1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടതിന്റെ നിറവിലെത്തി പി ജെ ജോസഫ്. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖവും തൊടുപുഴക്കാരുടെ പ്രിയപ്പെട്ടവനും മുൻ മന്ത്രിയും MLA-യുമായ പി ജെ ജോസഫ് ഇന്ന് ശതാഭിഷിക്തനാവുകയാണ്. നാട്ടുകാരുടെ പി ജെക്ക് ഇന്ന് 84ാം പിറന്നാളാണ്. രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ലാത്ത ഒരാളുണ്ട്. ഉണ്ടെങ്കിൽ അതൊരുപക്ഷെ പി ജെ ജോസഫ് ആയിരിക്കും. തൊടുപുഴ പുറപ്പുഴക്കാരുടെ ഔസിപ്പച്ചൻ. 1920 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് KM ജോർജ് എന്ന കേരള കോൺഗ്രസ് നേതാവ് കണ്ടെത്തിയതാണ് പി ജെ ജോസഫിനെ. തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ നിന്ന് MA എക്കണോമിക്സ് കഴിഞ്ഞ് ഒരു ജോലിക്കായി കാത്തിരിക്കുന്ന സമയത്താണ് ജോസഫിന് തെരഞ്ഞെടുപ്പിൽ അംഗം കുറിക്കാൻ അവസരം കിട്ടുന്നത്. കന്നി മത്സരത്തിൽ അട്ടിമറി വിജയം നേടി തലസ്ഥാനത്തെത്തുമ്പോൾ നിയമസഭാ സാമാജികരായി ജോസഫിനൊപ്പം തുടക്കം കുറിച്ചത് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും പിണറായി വിജയനും. 1978 KM മാണിക്ക് പകരക്കാരനായി ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം അണിഞ്ഞതോടെ ഏറ്റവും പ്രായം കുറഞ്ഞ ആഭ്യന്തരമന്ത്രി എന്ന റെക്കോർഡിനൊപ്പം പി ജെ ജോസഫ് എന്ന പേരുകൂടി എഴുതി ചേർക്കപ്പെട്ടു. പിന്നീട് വിവിധ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. എല്ലായിടത്തും നടപ്പാക്കിയത് സാധാരണക്കാരനെ മുന്നിൽ കണ്ടുള്ള വികസന പദ്ധതികൾ. 78 ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടാണ് തുടങ്ങുന്നത്. നിയമവാഴ്ച, റൂൾ ഓഫ് ലോ, അത് ശരിക്കും യാഥാർത്ഥ്യമാക്കി എന്നുള്ളൊരു സന്തുഷ്ടിയുണ്ടെന്ന് 96 പിന്നെ നയനാർ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനെ പറ്റിയത് നമ്മൾ വളരെ പിന്നിലായിരുന്നു. അന്ന് ആ പോളിസി ഡിക്ലെയർ ചെയ്യുമ്പോൾ നയനാർ തന്നെ വന്നിരുന്നു. യൂണിവേഴ്സലൈസേഷൻ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ മുതലൊക്കെയായിട്ട് മാറി. നടക്കാതെ പോയ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത് നോർത്ത് സൗത്ത് എക്സ്പ്രസ് വേ ആണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഗതാഗതക്കുരുക്കില്ലാത്ത ഒരു പാത. പല വകുപ്പുകളും ഭരിച്ചെങ്കിലും കൃഷിമന്ത്രിയാകാൻ സാധിച്ചില്ല എന്നത് പി ജെ ജോസഫ് എന്ന കർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരു ദുഃഖം തന്നെയാണ്. ചർച്ച ചെയ്ത് വരുമ്പോൾ സാധ്യമായില്ല. 11 ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ആദ്യത്തെ ചർച്ചയിൽ അത് ജനതാദളിന് പോയി. കേരള കോൺഗ്രസിൽ ധനകാര്യം KM മാണി വിളിച്ചു. പിന്നെ ജലവിഭവ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ 3 വട്ടം മാത്രമാണ് പി ജെ ജോസഫിന് കാലിടറിയത്. മൂവാറ്റുപുഴയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച് തോറ്റു. 2001 സ്വന്തം തട്ടകമായ തൊടുപുഴയിൽ PT തോമസിനോടും തോറ്റു. പിന്നീട് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ തിരികെ എത്തി. രാഷ്ട്രീയത്തിൽ ഗാന്ധിയും ആത്മീയതയിൽ യേശുവുമാണ് എന്നും റോൾ മോഡൽ. സംഗീതവും കലയും കൃഷിയും രാഷ്ട്രീയവും. ഇതിനപ്പുറം പി ജെ ജോസഫിന് ഈ ലോകത്ത് മറ്റൊന്നില്ല. ഈ രാത്രി ഈ മൗസം നദി കാ കിനാര ഈ ചഞ്ചൽ ഹവാ ഈ രാത്രി ഈ മൗസം നദി കാ. 24 തൊടുപുഴ.